നമസ്കാരം. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്ത് ഒരു പുസ്തകത്തെക്കുറിച്ചിട്ട് പരിചയപ്പെടുത്തണമെന്ന്. ഈ ഒരു പുസ്തകം എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ചാരുലത എന്ന് പറയുന്ന ഒരു സിനിമാ പേരിലാണ് സത്യജിത് റേ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ യഥാർത്ഥ പേര് നസ്തൈനീർ എന്നാണ്. ആത്മകഥാ അംശമുള്ള രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ ഒരു കൃതിയിലെ പ്രധാന കഥാപാത്രം ഉറപ്പായിട്ടും ചാരുലതയായിരിക്കും. ചാരുലതയുടെ ഭർത്താവ് ഭൂപതിയുടെ സഹോദരനായിട്ടുള്ള അമൽ എന്നിങ്ങനെയുള്ള പലവിധ കഥാപാത്രങ്ങളാണ് ഇതിലൂടെ കടന്നു വരുന്നത്. ഒപ്പം തന്നെ മന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയും ഇതിലേക്ക് ഇടയ്ക്ക് എപ്പോഴോ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് പത്രാധിപരായിട്ടുള്ള ഭൂപതി വളരെ തിരക്കുകളുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഭാര്യയെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല. എങ്കിൽ പോലും പിന്നീട് എപ്പോഴോ തൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർക്കുകയും തൻ്റെ ഭാര്യ ഏകാന്തതയിലാണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് ഭൂപതി തൻ്റെ സഹോദരനായിട്ടുള്ള അമലിനെ ലേഖനങ്ങൾ പഠിപ്പിക്കാനും അതുപോലെ തന്നെ ബംഗാളി ഭാഷയെക്കുറിച്ചിട്ടൊക്കെ പഠിപ്പിക്കാനും ഒക്കെ പറയുകയും പിന്നീട് അതിനു വേണ്ടിയിട്ട് അമൽ തയ്യാറാകുകയും അങ്ങനെ അവർ തമ്മിൽ, അതായത് ചാരുലതയും അമലും തമ്മിൽ ആ ഒരു ഭാഷയെക്കുറിച്ചും ലേഖനങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാനും ചാരുലത അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും എഴുതാനും ഒക്കെ തുടങ്ങുന്ന ഒരു കാര്യമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ചാരുലതയ്ക്ക് എപ്പോഴും ഒരു ബഹുമാനപൂർവ്വമായിട്ടുള്ള ഒരു അടുപ്പം, എന്തോ ഒരു പ്രത്യേകമായ ഒരു അടുപ്പം അമലിനോട് തോന്നുകയാണ്. പക്ഷെ അമലിന് അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നുമില്ല. പക്ഷേ അമലിന് അങ്ങനെയൊന്നും തോന്നുകയും ഇല്ല. പക്ഷെ എപ്പോഴും അങ്ങനെയൊക്കെ ചാരുലത കാണിക്കുന്നുണ്ട് ഈ ഒരു കഥയിൽ. പക്ഷേ ഭൂപതിക്ക് അത് പിന്നീട് അങ്ങോട്ട് അവസാനമാകും തോറും മനസ്സിലായി തുടങ്ങി. വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ചെറിയൊരു ഇൻസിഡൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെയാണ് ഈ ഒരു കഥയിലൂടെ സൂചിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ തന്നെ സ്നേഹിക്കാൻ വരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ തനിക്ക് കൂട്ടായി വരുന്ന ഒരു വ്യക്തിയോട് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്ന ഒരു ആരാധനയോ ഒരു സ്നേഹവും മാത്രമാണ് ചാരുലതയിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഏകാന്തതയിൽ എന്തൊക്കെയുണ്ടെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിൽ എത്രയൊക്കെ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ എത്രയൊക്കെ സൗകര്യങ്ങളോ അല്ലെങ്കിൽ എത്രയൊക്കെ ജീവിത സാഹചര്യങ്ങളോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹം തരുന്ന കുറച്ച് മനുഷ്യർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടെ ജീവിക്കാൻ അതോടൊപ്പം തന്നെ സന്തോഷപരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് സ്നേഹം തരുന്ന മനുഷ്യരെയാണ് ഇഷ്ടം. അല്ലെങ്കിൽ പൈസ തരുന്നത് അല്ലെങ്കിൽ വെറുതെ അവർക്ക് തോന്നുമ്പോൾ മാത്രം കൂട്ടിരിക്കുന്ന മനുഷ്യരെയല്ല നമുക്കിഷ്ടം. നമുക്ക് വേണ്ടപ്പോൾ നമുക്ക് കൂട്ടിരിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ കൂടുതൽ ചിരിക്കാനും സന്തോഷിപ്പിക്കാനും നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പെരുമാറാനും തയ്യാറാകുന്ന ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഒരു കഥ കൂടിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടിയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ പുസ്തകം വായിക്കാൻ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ വായനാശീലം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തുടങ്ങാവുന്ന ഒരു കഥയാണിത്. ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് ലീല സർക്കാരാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ ഒരു കൃതി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ രസകരമായിട്ടാണ് ഇതിലെ മലയാളം. പക്ഷെ കുറച്ചും കൂടി നന്നാക്കണമെന്ന് തോന്നിയായിരുന്നു. കാരണം കുറേ വരികളിലെ അർത്ഥം വിവർത്തനം ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ വരികൾക്ക് കുറച്ചും കൂടി നല്ല മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രസകരമായിട്ട് വായന തുടങ്ങണം അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വായിച്ച് തുടങ്ങാൻ പറ്റിയ ഒരു ചെറിയൊരു നോവലാണ്. ഒരുപാട് കണ്ടൻറ്റൊന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ഒരുപാട് വാസ്റ്റായിട്ട് കൊടുക്കാതെ തന്നെ ഒരു ചെറിയൊരു കണ്ടൻറ്റിനെ മനസ്സിലാക്കാവുന്ന ഭാഷയിൽ എഴുതിയിട്ടുണ്ട് എന്ന് തോന്നിയായിരുന്നു. വായിക്കാൻ ഇഷ്ടമുള്ളവർ വായിക്കണം. ഇനിയും കാണാം. സ്നേഹം മാത്രം.